ട്രംപിൻ്റെ പകരത്തിന് പകരം പ്രതികാരം അഥവാ റെസിപ്രോക്കൽ താരിഫ് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്കയും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് നിലവിൽ ഉയരുന്നത്. ഇന്ത്യയെ അടുത്ത സുഹൃത്ത് രാജ്യമായി ട്രംപ് വിശേഷിപ്പിക്കാറുണ്ട്. ഇന്ത്യക്ക് ഇളവുകൾ നൽകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല. 26% പകരം തീരുവ അഥവാ റെസിപ്രോക്കൽ താരിഫാണ് ഇന്ത്യക്ക് US ചുമത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കുറച്ചുനാൾ മുമ്പാണ് എന്നെ സന്ദർശിച്ചത്. അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ്. എന്നാൽ 55% തീരുവയാണ് US ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തുന്നത്. പക്ഷെ അവർക്ക് 26% തീരുവ പ്രഖ്യാപിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. എന്തൊക്കെയാണ് ഇന്ത്യക്ക് മുന്നിലുള്ള വെല്ലുവിളികൾ? ഈ തീരുവ രാജ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കും? തീരുവ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ US ശരാശരി 10% തീരുവയാണ് ചുമത്തുന്നതെങ്കിൽ പോലും ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിൽ $600 കോടി അതായത് ഏകദേശം 51,600 കോടി രൂപയുടെ ഇടിവുണ്ടാകുമെന്നാണ് കണക്കാക്കിയിരുന്നത്. തീരുവ 26% ഉയരുമ്പോൾ അത് രാജ്യത്തെ എത്രമാത്രം ബാധിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഏതൊക്കെ മേഖലകളെയാണ് ഇത് ബാധിക്കുക? വസ്ത്രങ്ങൾ, ഔഷധങ്ങൾ, ആഭരണങ്ങൾ, വാഹന അനുബന്ധ ഘടകങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ നിർമ്മാതാക്കൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം താരിഫുകൾ ഒരു വലിയ തലവേദനയായി മാറിയേക്കാം. നിരവധി പ്രധാന മേഖലകളെ ഇത് സാരമായി ബാധിക്കും. ചെറുകിട സ്ഥാപനങ്ങൾ മുതൽ വൻകിട കമ്പനികൾ വരെയുള്ള നിരവധി കമ്പനികളുടെ വരുമാനത്തെ ഇത് ബാധിക്കും. ആഘാതം കുറയ്ക്കുന്നതിനായി രത്നങ്ങൾ, ആഭരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് എന്നിവയുൾപ്പെടെ $23 ബില്യൺ മൂല്യമുള്ള US ഇറക്കുമതിയുടെ തീരുവ കുറയ്ക്കാൻ ഇന്ത്യ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ, ജപ്പാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ പകരം താരിഫ് പ്രഖ്യാപിച്ചത് ആഗോള വ്യാപാരത്തിൽ, പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള വളർന്നു വരുന്ന സമ്പദ് വ്യവസ്ഥകളെ ബാധിക്കുമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. US സാധനങ്ങൾക്ക് ഈ രാജ്യങ്ങൾ ചുമത്തുന്ന ഇറക്കുമതി തീരുവകളെ പ്രതിരോധിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് USന്റെ ഈ പുതിയ താരിഫുകൾ. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിലും വ്യാപാര ബന്ധങ്ങളിലും കറൻസി വിപണിയിലും ഹ്രസ്വകാല, ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. പക്ഷേ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇത് ബാധിക്കുകയുള്ളൂ എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. ഇറക്കുമതി ചെയ്യുന്ന ഓട്ടോമൊബൈൽ ഉൽപ്പന്നങ്ങൾക്കും ഓട്ടോ പാർട്സുകൾക്കും US പ്രഖ്യാപിച്ച 25% താരിഫിന് പുറമെയാണ് 26% പകരം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാറുകൾക്കും ലൈറ്റ് ട്രക്കുകൾക്കും ഏപ്രിൽ 2 മുതലും ഓട്ടോ പാർട്സുകൾക്ക് മെയ് 3 മുതലും പുതിയ തീരുവ ബാധകമാകും. ഫാർമ മേഖലയിൽ വലിയ പ്രത്യാഘാതം പ്രതീക്ഷിക്കാം. ഇന്ത്യൻ ഔഷധ കയറ്റുമതിക്ക് US ഒരു പ്രധാന വിപണിയാണ്. വർദ്ധിച്ച താരിഫ് കയറ്റുമതി വരുമാനം കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സമുദ്രോൽപ്പന്ന കയറ്റുമതിയെയും പകരം തീരുവ ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന് ഇത് ആശങ്ക നൽകുന്നുണ്ട്.